നമ്മള് ജസ്റ്റ് ഇതങ്ങ് അടച്ച് മറ്റേ ശ്രീരാമന്റെ അമ്പും ഒന്ന് വിയർത്തു പോയി. അപ്പൊ നമ്മൾ ഇന്ന് എവിടാ നിക്കുന്നേ? ഞാനേ പണ്ടത്തെ നമ്മുടെ മണിച്ചിത്രത്താഴ് സ്റ്റൈലിലുള്ള ഒരു വീട്ടിലാണ്, ഒരു കിടു സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇത് എവിടായിട്ടാ ഈ വീട്ടിരിക്കുന്നത്? ഇതേ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ അഞ്ചലിപ്പാന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൊതുവെ ആർക്കും അറിയപ്പെടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എന്തിനാ ഇപ്പൊ ഇന്ന് ഇവിടെ വന്നേ? അതെ, എന്നോട് ഒരുപാട് പേര് ചോദിക്കാൻ ആദ്യം ഒത്തിരി യാത്ര ചെയ്യാറുള്ളതല്ലേ, അപ്പൊ ഞങ്ങൾക്ക് പറ്റിയ, അതായത് ഫോട്ടോഷൂട്ടിനും ആൽബം ഷൂട്ടിനൊക്കെ പറ്റിയ സ്പോട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോഴേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്പോട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? നീ വാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് ആര് കണ്ടാലും ഇഷ്ടപ്പെടാത്ത ഒരു സ്പോട്ടല്ല, അതുപോലെ തന്നെ ട്രഡീഷണൽ സ്നേഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ട് കൂടാണ്. നീ എന്നോട് ചോദിച്ചില്ലേ ഇഷ്ടപ്പെടുവാന്ന്, ഇപ്പൊ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നി? കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ഫോട്ടോഷൂട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ. പക്ഷെ നമ്മുടെ മൺചിത്രത്താഴൊക്കെ ഓർമ്മ വരുന്നൊക്കെയുണ്ട്, നാഗവല്ലി ഒന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ വേറെ ആംഗിൾ എന്നുള്ളൊരു ഭംഗി കാണിച്ചുതരാം, നീ എന്റെ കൂടെ വാദ്യം. അത്ര ഭംഗിയുണ്ട് അവിടെ ഒന്നും. കണ്ടോ, നോക്കി ഇവിടുത്തെ ഒരു ഭംഗി കണ്ടോ. ഈ സ്പോട്ട് കണ്ടപ്പോ തോന്നുന്നുണ്ടോ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയതാണെന്ന്? 100% അടിപൊളി സ്പോട്ടാണ്. ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പൊ നീ ഇരിക്കുന്ന ഈ ഫ്രെയിം തന്നെ അടിപൊളി ഒരു ഫ്രെയിമാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു പോസ് കണ്ട്, ഈ ഒരു പോസിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ എന്ത് ഭംഗിയാണ്, നിങ്ങൾ കണ്ടിട്ട് പോയേ. ഇപ്പൊ പുതിയ വീടുകളൊക്കെയാണ് നമ്മുടെയൊക്കെ ഏരിയയിലുള്ള, അപ്പം ഇങ്ങനത്തെ ഇടനാഴികളൊന്നും നമുക്ക് പൊതുവെ കാണപ്പെടാത്ത ഒരു സംഭവമാണ്. ചെടികൾ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്നത് കണ്ട്, അതുകൊണ്ട് നല്ല അടിപൊളി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഇവിടെ കാണാനായിട്ട്? അല്ലല്ല, ഇതിന്റെ അകത്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാന്. അപ്പൊ നിങ്ങൾ ആദ്യം ഇവിടുത്തെ പുറത്തെ ഭംഗിയൊക്കെ ഇത് കണ്ടിട്ട് പോയേ. നീ വാ, നിന്നെ ഞാൻ ഇനി അകവശം കാണിക്കാവേ. ഈ വീടുണ്ടല്ലോ പണ്ടത്തെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിനകവശം നിന്നെ കാണിക്കാം. നമ്മുടെ മൺചിത്രത്താഴിലെ പോലെ തന്നെ തെക്കിനിയുടെ ഒരു ഫീലിംഗിലോട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാൻ പോവാണേ. എനിക്ക് കിട്ടിയില്ലെങ്കിലോ? കാണിക്കാം, നിനക്ക് കിട്ടും. പിന്നെ നാഗവല്ലി കയറിയെന്നൊന്നും എന്നോട് പറഞ്ഞേക്കല്ലേ. നീ കാണിക്കൊന്ന്, കണ്ടു നോക്കിക്കോ. ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നു? കൊള്ളാം കേട്ടോ, പഴയ തടി കൊണ്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഹൊറർ ഫിലിം ഒക്കെ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാം അല്ലേ? പറ്റും. അതെല്ലാം നീ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ആണെങ്കിലും ഈ ടേബിൾ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഇവിടുത്തെ ഇരിക്കുന്ന ഓരോ ഫർണിച്ചറൊക്കെ പണ്ടത്തെ ട്രഡീഷൻ, ഞാൻ പോലും കാണാത്ത ടൈപ്പ് ഒക്കെയാണ്. ഞാൻ നിന്നോട് കാര്യം ചെയ്യട്ടെ, നീ പണ്ടത്തെ മ്യൂസിക് പ്ലെയർ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാണ് കണ്ട പണ്ടത്തെ ഗ്രാമഫോൺ. ഞാനും കണ്ടിട്ടില്ല, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഇത് കൊള്ളാല്ലേ, ഈ സി ഡി ഇട്ടത് കറങ്ങുമല്ലേ? കറങ്ങുമായിരിക്കും. കറങ്ങുന്നു. ഇതെല്ലാം വർക്കിടാ കേട്ടോ, പഴയ. അതുപോലെ തന്നെ പണ്ടത്തെ റാന്തൽ വിളക്ക് കണ്ടോ, ഈ ടേബിൾ ഡിസൈൻ തന്നെ ചെയ്തിരിക്കുന്നത് കണ്ട. അതൊരു വേരക്കിന്റെ ഒറ്റ വേരയിലാണ് തീർത്തേക്കുന്നത്.
അതുപോലെ തന്നെ ഈ റാന്തൽ വിളക്ക് ഞാനും കണ്ടിട്ടില്ല, നീ കണ്ടിട്ടുണ്ടോടാ? ഞാൻ കണ്ടിട്ടില്ല. ആ, അതുപോലെ തന്നെ റേഡിയോ, ഇത് ലൈസൻസോട് തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എല്ലാം പണ്ടത്തെ സാധനങ്ങളാ. അല്ലല്ല, ഇനിയും കിടക്കുന്നേ ഉള്ളൂ. ഞാൻ പതിയെ പതിയെ കാണിച്ചു തരാം. എടാ, ഇത് പണ്ടത്തെ റാന്തൽ വിളക്കാന്നാ പറയുന്നത്. ഇതിന്റെ മണ്ടക്കോട്ട് എന്തോ സംവിധാനം ഒക്കെ ഉണ്ട്. മണ്ണെണ്ണ വെച്ച് ഉപയോഗിക്കുന്ന കത്തിക്കുന്ന ഒരു സാധനമാണ്. ഇത് രസം ഇതൊക്കെ കാണാനല്ലേ. ഇപ്പൊ ഇത് കാണാൻ പോലും ഇല്ലാത്തതാ. അതൊക്കെ രസമാണ്. നിന്റെ പുറകെ ഇരിക്കുന്ന സാധനം എന്താണ്? വെടിയൊക്കട്ടെ? ആ, അത് ഇവിടുത്തെ ആ അങ്കിളിന്റെ ആണ്. വിത്ത് ലൈസൻസോടെ തന്നെ ഉള്ളതാണ്. അതിന്റെ ഉണ്ടയാണ് ഈ സൈഡിൽ ഇരിക്കുന്നേ. ആ, എന്നാ പേടിക്കുന്നോ? വേണ്ട. ഒരു പഴയ വാള് ഇരിപ്പുണ്ടല്ലോ. എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. ഞാനും ഇതൊക്കെ ആദ്യമേ കാണും. നമുക്ക് ഇവിടുത്തെ അങ്കിളിനോട് തന്നെ ചോദിക്കാവേ. ഇത് ബയണറ്റ് എന്ന് പറയും. ആ, നമ്മള് തോക്കിന്റെ അറ്റത്ത് പിടിപ്പിക്കുന്ന. ആ, പണ്ട് കാലങ്ങളിൽ പോലീസും പട്ടാളവും ഒക്കെ ഈ തോക്ക് കൊണ്ട് കുത്തിയും ഒക്കെ കൊല്ലുമായിരുന്നല്ലോ, വെടിവെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് എനിക്ക് തോന്നുന്നു, എന്റെ അറിവിൽ ഇത് മറ്റേ പുന്നപ്ര വയലാർ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അന്ന് അവിടെ എന്റെ അമ്മയുടെ ഫാദറിന് അവിടുത്തെ ഒരു പോലീസുകാരൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പോയതാ. ഇങ്ങനെ ഒരുപാട് ആന്റിക് സാധനങ്ങൾ ഞാൻ ഈ വീട്ടിൽ കണ്ടു. ഇതെല്ലാം ചേട്ടന്റെ കളക്ഷൻസ് ആണോ? അല്ല, എന്റെ അല്ല, ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ആയിട്ട്. അതെ അതെ അതെ. നീ എന്തോടിയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. ഇത് പണ്ട് അരി കുത്തുന്ന സാധനമല്ലേ? ആ, ഉരുളോ അങ്ങനെ കണ്ട് പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വെയിറ്റ് ഉണ്ട് കേട്ടോ. ഫുള്ള് തടിയുടെയാണല്ലേ? ആ, തടിയാ സംഭവം. വേറൊരു സാധനം നോക്കിക്കൊണ്ടിരിക്കുന്നേ. എടാ, ഇത് വെണ്ണ കടയുന്ന സാധനമാന്നാ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാ. വെണ്ണ കടയുന്നല്ലേ? ആ, എടാ, അതുപോലെ തന്നെ ഇത് കയറയിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ അടപ്പാണ്. ഈ സാധനം നിനക്ക് പിന്നെ പരിചയം ഉണ്ടായിരിക്കും. നമ്മുടെയൊക്കെ വീട്ടില് ഇത് ഫുള്ള് തടിയലാണല്ലേ? ഫുള്ളും തടിയല. ഈ മത്ത് മാത്രമല്ല തടിയല്ലേ, പിന്നെ ഒരു ഭരണിയും തടിയലാണ്. അത് കൊള്ളാലോ. ഇതിലൊന്നും നമുക്കിപ്പോ കാണാനേ ഇല്ലല്ലേ? അതാണ്. ഇവിടെ കുറെ ആന്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിന്നെ ഞാൻ അതുകൂടെ കാണിക്കാം, എന്നിട്ട് നീ പറയണം എങ്ങനെ ഉണ്ടെന്ന് ആദ്യം. ഓക്കെ. നീ അകത്ത് കുറച്ചുകൂടെ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതാ ഞാൻ നിന്നോട് പറഞ്ഞ അകത്ത് ഒത്തിരി ഉണ്ട് കാണാൻ. ഇവിടെ അതൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പോ ഒരുപാട് ആന്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് എന്തൊക്കെയാ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം. എടാ, അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ കിണ്ടിക്കാശം കണ്ടോ? അവിടെ ഓടുകൊണ്ടുള്ള കിണ്ടിയാണ്. പിന്നെ താഴെ ഇരിക്കുന്ന കുറെ മുട്ട. അത് ഇവിടെ തന്നെ ഉണ്ട്. എമുവിന്റെ മുട്ടയാണ്. എടാ, പിന്നെ എമു മാത്രമല്ല കേട്ടോ, ഒട്ടകപക്ഷിയുടെ ഉണ്ട് കേട്ടോ. നീ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര നേരിട്ടൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാല്ലേ? ആ, അത് തന്നെ. ഇനി ഞാൻ നിനക്ക് നല്ലൊരു സ്പോട്ട് കൂടെ കാണിച്ചു തരാം. ഈ ഇവിടുത്തെ തന്നെ ഇപ്പൊ ഒക്കെ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് ഈ അകത്താളവേ. ഇത് നീ ഒന്ന് കണ്ടു നോക്ക. കൊള്ളാല്ലേ ഈ ഒരു സെറ്റപ്പ്? ആ, ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആയതെന്ന്. അപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ആയതെന്ന്? തീർച്ചയായിട്ടും. ഇത്രയും അടിപൊളിയാണെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്നെ കൊണ്ട് തന്നെ വന്നത്. ഞാൻ പറഞ്ഞപ്പോ നീ എന്നെ പുച്ഛിച്ച് കളഞ്ഞില്ലായിരുന്നോ? ഇനിയും പുച്ഛിക്കത്തില്ല. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. വീടൊക്കെ കാണിച്ച് നീ തന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? നിന്നെ ഈ അറയെന്ന് പറയുന്ന സാധനം ഞാൻ കാണിച്ചു തരാവേ. അറയോ? അറ. ഞാൻ ആദ്യമേ കയറുവാണേ. സൂക്ഷിച്ച് കയറി കേട്ടോ, ചെറിയ പടിയാ. മച്ചെന്ന് പറയുന്നത് പഴയ തേങ്ങാക്കൂടാ. ഇത് ആക്ച്വലി ഇവിടെ ഓപ്പൺ ആയിരുന്നു, പുറത്തുനിന്നായിരുന്നു എൻട്രി. അപ്പൊ ഇവിടുന്ന് കൊണ്ട് തേങ്ങ ഇതിനകത്ത് കൊണ്ട് തട്ടിയിടുവായിരുന്നു. ഇത് നമ്മളൊരു സമയത്ത് നമ്മളൊരു റൂമാക്കി എടുക്കുക. ഇത് കണ്ടപ്പോ ഒരു പേടി വരുന്നു കേട്ടോ. ശരിക്കും ഒരു പേടി വരുന്നു. ആ, ഒരു പേടി പോലെ.
യൂട്യൂബിൽ കഴിച്ചിട്ടുണ്ട്. ഇതെവിടെയാ നീ എന്നെ കൊണ്ടുവന്നേക്കുന്നത്? ഇത് കണ്ടിട്ട് എനിക്കൊരു പേടിയാവുന്നു. ഇതാ പണ്ടത്തെ മച്ചെന്നൊക്കെ പറയുന്ന ആ ഒരു ഇതാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നിനക്ക് കയറണമെന്നുണ്ടോ? എനിക്ക് കയറണ്ട, എനിക്ക് കണ്ടപ്പോഴേ മതിയായി. അത് തുറന്ന് കാണിക്കാം, നമുക്ക് നോക്കാം. അയ്യോ എടാ ഇത് കണ്ടോടാ, ഇത്രയും സ്പേസ് ഉണ്ട് ഇതിന്റെ കൊണ്ടൊക്കെ. അത് തന്നെ. ഓ ഇനി അകത്ത് കേറാനും പറ്റും നമുക്ക്. എനിക്ക് നിൽക്കാൻ പറ്റും, നിനക്ക് പറ്റത്തില്ലായിരിക്കും കേട്ടോ. നിങ്ങളില്ലാത്തവർക്ക് പറ്റും. ആ അങ്ങോട്ടുണ്ട്. ഭയങ്കര സ്റ്റോറേജ് അല്ലേ പഴയ കാലത്തെ ഈ ഒരു ഭാഗത്ത് മാത്രമേ പൊക്കം കുറവുള്ളൂ. കുനിഞ്ഞു പോകണം. പക്ഷെ അവിടെ അങ്ങോട്ട് നമുക്ക് നേരിട്ട് നല്ല ഈ പൊക്കമുണ്ട്. ഈ താഴത്തെ അത്ര സ്പേസ് മേളിലും കിടക്കുന്നുണ്ട്. അത്ര തന്നെ ഉണ്ട്. ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഒരു സംഭവമാ. ഇതൊക്കെ പിന്നെ ഞാൻ വേറൊരിടത്തുനിന്ന് പൊളിച്ചു കൊണ്ടുവന്ന് സെറ്റ് ചെയ്തല്ലേ. അവിടെ മുപ്പിളി കൊണ്ടാണ് വേറൊരു ശല്യം. അതിപ്പോ എല്ലായിടത്തും ഉണ്ട്. പിന്നെ വീടല്ലേ ഒരു വീട്. അപ്പൊ വീടല്ലേ ഇല്ല, അതൊക്കെ നമ്മള് ചെയ്തെടുത്ത തടിയാണ്. മറ്റെന്തോ രാജസ്ഥാൻ ഫുഡാണ്. പഴയ കൽഭരണി ഒരു സ്ഥലത്ത് കൊണ്ട് എന്നെ പേടിപ്പിച്ചേ ഉള്ളൂ. അടുത്ത് അടുത്ത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. എനിക്കറിയാം, 100% ഉറപ്പുണ്ട്. നീ ഇത് കണ്ടു, നീ ഇത് കാണുമ്പോ ആദ്യം ഓർക്കും നമ്മുടെ ഈ 6-ാം നമ്പർ സിനിമയിലോട്ട് ഈ കുളിക്കട ആ സംവിധാനം. പക്ഷെ അല്ല കേട്ടോ, ഇത് സ്വിമ്മിംഗ് പൂൾ ആണ്. പക്ഷെ ആ ഒരു സ്ട്രക്ചറിലാ തീർത്തേക്കുന്നേ. ഇത് കണ്ടോ? നീ അങ്ങ് നോക്കൂ. പതുക്കേടാ, വീടല്ലേ. എനിക്ക് നീന്തൽ അറിയാം. അറിയാം, അതെ മുമ്പേ കണ്ടത്. നീ എന്താ അവിടെ മാറി നിൽക്കുന്നേ? മഴയാടാ, പിന്നെ വീണ എനിക്ക് നീന്തലും അറിയത്തില്ല. നല്ല രസമുണ്ടല്ലേ ആ വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു പൂള്. ചാടാൻ തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്. പേടി മാറിയോടാ? ചെറുതായിട്ട്. എന്താ കാണിക്കോ? നീ ഇവിടുത്തെ ആന്റി കളക്ഷൻ കണ്ടപ്പോ ഞെട്ടിയില്ലേ? ഈ സാധനം നീ കണ്ടോ? കൽത്തൊട്ടി എന്നാണ് പറയുന്നത്. ഇതോ പണ്ട് കാലത്തെ ഈ പശുവിനൊക്കെ വെള്ളം കൊടുക്കാൻ ഇതിനകത്തായിരുന്നു. ഇതിന്റെ അകത്തോ? ഒറ്റ കല്ലിലാണ് ഒറ്റ കല്ലിൽ തീർത്ത് എഴുതാ. ഒരു താമരയുടെ പോണ്ടല്ലേ? എന്തോ ഉദ്ദേശമുണ്ടല്ലോ. നിന്റെ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ഒക്കെ ഇവിടെ നടത്താനാണോ? ചിലപ്പോ ഞാൻ നടത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോഴ് നിങ്ങൾക്കും ഇതുപോലുള്ള സ്പോട്ട് ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ ആൽബം ഷൂട്ടിങ്ങിനോ എന്തിനെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ ഈ അങ്കിളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ ഈ അങ്കിള് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരുവേ. ഇല്ല, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളപ്പോ എന്നിട്ട് റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതാന്ന് പറഞ്ഞാൽ മതി. ഇപ്പം കറക്റ്റ് സ്പോട്ട് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇത് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളി മണിമല റോഡില് അഞ്ചിലിപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അഞ്ചിലിപ്പ പാലത്തിനോട് അടുത്ത് തന്നെയാണ്. അവിടെ ചോദിച്ചാൽ മതി കരിക്കട്ടോറമ്പിലെ തറവാട് വീട് ഏതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ അതുപോലെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ഒരു വീട് എത്ര വർഷമായി കാണും ഏകദേശമെങ്കിലും? ഇത് 1927 പണി തീർത്തതാണ്. നമ്മൾ ആ മുഖപ്പിൽ കണ്ടില്ലേ, AD 1927 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2 വർഷം കൂടെ കഴിയുമ്പോൾ 100 വർഷമാവും വീട്. പിന്നെ അതുപോലെ തന്നെ ആരും ഇത് ഇങ്ങനെ ഒരു രീതി കൊണ്ട് നടക്കാറില്ല. അപ്പൊ അതിനെന്തേലും പ്രചോദനമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ആ തറവാട് വീടിനോടുള്ളൊരു ഇഷ്ടം, പിന്നെ പഴയ ഇതുപോലത്തെ ഒരു ഇതൊന്നും നമുക്ക് ഇനിയും പണിയണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പൊ എന്റെ കല്യാണ സമയത്താണ് ഇതൊന്ന് ഫുൾ റിനോവേറ്റ് ചെയ്തെടുത്തത്. ഇനിയും വർഷാവർഷം മെയിൻ്റനൻസ് ഉണ്ട്.
അത് പിന്നെ ഇപ്പൊ അനിയനും അമ്മയൊക്കെ കൂടെ ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പൊ ഈ ഒരു വീട് പണിയണമെങ്കിൽ ലക്ഷങ്ങളല്ല കോടികൾ അന്ന് ഏകദേശം എത്ര രൂപയായി കാണും അങ്ങനെ എന്തായാലും? അന്ന് എന്റെ ഗ്രാൻഡ് ഫാദർ, അതായത് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് ഇത് പണിയിപ്പിച്ചത്. ഇതും ഇതുപോലെ തന്നെ ഞങ്ങളുടെ വേറൊരു തറവാടുണ്ട് കാഞ്ഞിരപ്പള്ളി ടൗണിൽ തന്നെ, അതും ഇതുപോലൊക്കെ തന്നെ സെയിം ഇതേ പ്ലാൻ ആണ്. അതില് ഏക വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ആ സൈഡിലേക്ക് ഫേസിങ്, അത് ഇങ്ങോട്ട് ഫേസിങ്. പിന്നെ ഇത് വെട്ടുകല്ല് കൊണ്ട് ഉണ്ടാക്കിയത്, അത് കരിങ്കല്ലാണ്. അങ്ങനെ 2 ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത്, അതായത് നമ്മള് പറഞ്ഞ കേട്ടിട്ടനുസരിച്ച് 25,000 രൂപ, അന്നത്തെ 25,000 അന്നത്തെ 25,000 രൂപയ്ക്കാണ് ഈ 2 വീടും കൂടെ പണിത്. ഓ, അപ്പൊ നിങ്ങൾക്ക് ഈ സ്പോട്ട് കണ്ടാൽ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഒരിക്കലും. അപ്പം നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിനോ കാര്യങ്ങൾക്കോ വേണ്ടി കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പൊ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. നീ കണ്ടപ്പോ ഞെട്ടിയില്ലേ? പിന്നെ അടിപൊളിയായിട്ട് ഞെട്ടി. അതാ ഞാൻ പറഞ്ഞേ. അപ്പം വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. പെട്ടെന്ന് പോന്നോ.